എത്ര രൂപ ഉണ്ട്? 1000 വേണം. അപ്പോൾ ഈ ഫോൺ നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കിടപ്പുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്. ആ താരാ ഏത് താരാ? ആ കൊച്ചേതാ? കൊച്ചിന്റെ പേരെന്താ? ഏതാ കൊച്ച്? ഈ കൊച്ചേതാ? ഈ കൊച്ചേതാന്ന്? നീ എന്റെ മകളല്ലേ? പേര് പറ. പേരെന്താ പറഞ്ഞു? പേരെന്താന്ന് പറ. ആരാന്ന് പറ. പേര് പറ. പേര് ആരുടെ പേര്? എന്റെ പേര്. നിന്റെ പേര് എനിക്ക് ശരിക്കും പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റിയിട്ടുണ്ടോ? ആ എന്നാ പറ്റിയേ? ഇനി പറഞ്ഞാലോ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്കാനൊന്നുമില്ല. നീ ഇവിടെ അങ്ങ് നിന്നിട്ടില്ലല്ലോ. ഞാൻ നിന്നിട്ടൊക്കെ ഉണ്ടോ? 1.5 വർഷമായിട്ടല്ലേ ഇങ്ങനെ ഇപ്പൊ നിൽക്കാത്തായിട്ടുള്ളൂ. ഒരാഴ്ച പോലും എന്റെ വാള് ഇവിടെ നിന്നിട്ട്. ഇനിയിപ്പോ ഒരാഴ്ച ഉണ്ട്, പേടിക്കണ്ട. ഇനി ഒരാഴ്ച ഉണ്ട് ഇവിടെ. ഒരാഴ്ച പരീക്ഷയ്ക്ക് പഠിക്കാൻ വന്നേക്കോ. പരീക്ഷയാണ്? അത് ഏത് മാസത്തിലാ? അത് ഈ മാസം തന്നെ. ഇംഗ്ലീഷിന്റെ ആണോ? നേഴ്സിംഗിന്റെ. നേഴ്സിംഗിന്റെ. മറ്റു വിശേഷമൊന്നുമില്ല. അതൊന്നുമില്ല. ഇല്ലേ? ഒന്നും കൂടാൻ പറ്റിയാലോ. മരുന്ന് കഴിക്കട്ടെ. ഇഷ്ടമുള്ള സാധനം ഇതല്ലേ മോള്? മഞ്ച്. ഇതല്ല മഞ്ച്. മഞ്ചില്ലേ? മഞ്ച്. മന്തോ? മഞ്ച്. ഇതെന്തിനാ? തിന്നാനുള്ള അപ്പൊ ഏറ്റിരിക്കേ. ഇതെന്തിനാ പൊട്ടിയാണ്? തിന്നാൻ വേണ്ടിട്ട് മഞ്ച് മേടിച്ചതാണ്. മഞ്ച് മേടിച്ചോണ്ട് വന്നതാ. അപ്പം അമ്മച്ചിക്ക് അതെല്ലാം ഇഷ്ടമാണ്, മേടിച്ചോണ്ട് വന്നത്. തിന്നാനോ? തിന്നാൻ കൊള്ളൂ. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ച വേണ്ടെന്ന്. ഇതിനകത്ത് ഇനി ഉണ്ട്. നമുക്ക് പരീക്ഷയാ. അമ്മാന്നോട്ട് പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാരും പാസ്സാവും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ബാച്ചുള്ള ഞാൻ മേടിച്ചോണ്ട് വന്നേ. ആ പോരുന്ന കഴിക്കും. നല്ലതല്ലേ? എനിക്ക് മതി. നല്ലതല്ലേ? അവിടെ മേടിച്ചേ. കഴിച്ചോ? അവിടെ ടി വി വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറയത്. അവിടെ ടി വി വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞാന്നേ. നല്ലതാണോ? നല്ലതാണോ? നല്ലതാണോ ഒന്ന്? ആ കഴിച്ച ബാക്കിയും കൂടെ എന്താ പൊതിഞ്ഞു വെക്കുന്നേ? അല്ല എനിക്ക് വേണ്ട, അമ്മച്ചിക്ക് വേണ്ടി മേടിച്ചു തന്നാ. എനിക്ക് വേണ്ടെന്നേ. ഞാൻ മേടിച്ചിട്ടുണ്ട് വേറെ. അമ്മച്ചിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നേന്. അമ്മച്ചിക്ക് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് വന്നാണ് ഇത്. അത് തിന്നോ? അത് വെക്കണ്ട, ഉറുമ്പ് കയറും. അതേ ഉറുമ്പ് കയറും. കിടക്കാൻ സമയമായില്ലല്ലോ. നേരം വെളുത്തില്ലല്ലോ. അപ്പൊ വൈകുന്നേരം അല്ലേ? വൈകിട്ടല്ലേ? ഇപ്പൊ വൈകിട്ടാ, സന്ധ്യ ആയതേ ഉള്ളൂ. ഇവള് വന്നല്ലേ ഉള്ളൂ. വെട്ടിക്കകത്ത് വെച്ചത് ഉറുമ്പ് കയറും. അത് പോവും. പെട്ടെന്ന് കഴിച്ചോ? അത് തിന്നോ? നാളെ അത് കൊള്ളിയല്ലാതും. നാളെ അത് കൊള്ളിയല്ലാതെയാവും. അത് കേടായി പോവും. അലുത്ത് പോവുന്ന് സാധനം. ആ അതെ, അത് അലുത്ത് പോണ സാധന. അല്ലത്ത് നോക്കിയോ? അതിപ്പോ തന്നെ കഴിച്ചോ, കയ്യോടെ കഴിച്ചോ. അത് അലുത്ത് പോവും. അതിന്റെ പുറത്തെല്ലാം അലുത്ത് പോവും. ഒക്കെ പൊളിച്ചു കൊടുക്കടി. എനിക്ക് വേണ്ട.
അതിനാ ഞാൻ വേറെ മേടിച്ചിട്ടുണ്ട്. മൊത്തം തിന്നോ? മൊത്തം എടുത്താ ഇല്ലടി പൊടിച്ച് കൊടുത്തു. ഉണ്ട്. അല്ലാതെ മുഴുവൻ കൊണ്ട് അവിടെ വെച്ച് ഉറുമ്പ് കയറും. അവിടെ മൂല കൊണ്ട് വെച്ചിരുന്ന കണ്ടാ? ഇന്നലെ കൊടുത്ത മൂലയാ ഇത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. ആ ഇന്നലെ തിന്ന മൂലയപ്പം അവിടെ കൊണ്ട് വെച്ചിരിക്കുകയെന്ന് ആര് പറഞ്ഞു? അവിടെ ഇന്നലെ തന്ന മൂലയപ്പം അവിടെ ഇരിപ്പുണ്ട്. കുമ്പളപ്പം. വേണ്ട ചേച്ചോ വേണ്ട വേണ്ട ഒട്ടും വേണ്ട. നല്ലതല്ലേ? കുറെ ഒടിച്ചിടും. വേണ്ടെന്ന് കഴിച്ചോന്നേ. അതിലിട്ടോ നല്ലതാണോ? നല്ലതാണോ? പിന്നെ പ്രധാനം മൂപ്പാണോ? കുടിച്ചിട്ട് മുറിയുന്നില്ലേ? ആയി കണ്ട് എല്ലാം പൊടിഞ്ഞു പോകും അല്ലേ? ആഹാ പൊടിഞ്ഞു പോകണം. അവൾ മേടിച്ചിട്ട് വന്നായിരിക്കും. മറ്റേ എല്ലാം ഇതൊരു ചവിച്ചെങ്കിലും പറ്റുവാണോ? ഇത് ചവയ്ക്കണ്ട. അതിനുമ്പോ പൊടിഞ്ഞു പോകും അല്ലേ? അത് കരുതി കുട്ടി അവളെ മേടിച്ചായിരിക്കും. എനിക്ക് വേണ്ട. അമ്മ തന്നു. അമ്മയ്ക്ക് കൊണ്ടുവന്നല്ലേ? അമ്മയ്ക്ക് കൊണ്ടുവന്നല്ലേ? അമ്മ കഴിച്ചോ? അതിനാ അതൊക്കെ ശരിയാ. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ആ അത് കൊടുക്കാം. ആ കൈ കഴുകിട്ടോ. ഇവിടെ ഏത് മുട്ടായിയോ? മൂത്ത് പോയോ? അതിനാ പെട്ടെന്ന് പൊടിഞ്ഞു പോവാ. ആ മൂത്ത് പോയോണ്ടല്ലേ? ആ വെള്ളത്തിൽ കിടക്കുന്നതല്ല. ആ ആ ആ കടി പിന്നെ അവിടെ വാങ്ങിക്കാൻ പോകും. അതുകൊണ്ട് ചവയ്ക്കണ്ടല്ലോ. ചവയ്ക്കാതെ പൊട്ടിയില്ലേ? അതുകൊണ്ട് ചവയ്ക്കാതെ തിന്നാൻ പറ്റിയില്ലേ? ആ ചവയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ നിന്നാണോ പോകുന്നത്? ഹോസ്റ്റലിൽ നിന്നാ പോകുന്നത്. ഹോസ്റ്റലിൽ നിന്ന്. ഹോസ്റ്റൽ നീ എവിടുന്നാ വന്നായിട്ട്? അതിലാ പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വന്നത്. എന്റെ അമ്മയാണ് ചോദിക്കുന്നടി. നീ കിടക്കണേ ഒച്ച. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കഴിച്ചില്ല ഒന്നും. ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന്. കഴിക്കാനോ? എന്നാ കഴിക്കും? ചോറ് കഴിക്കണ്ടേ? എന്നാ കഴിക്കാൻ പോണം? രാത്രി എന്തെങ്കിലും തിന്നണ്ടേ? രാത്രി എന്തെങ്കിലും തിന്നണ്ടേ? അതെ എവിടുന്നാ? ഇവിടുന്ന് വീട്ടിന്ന്. ഉണ്ടല്ലോ. ആ വീട്ടില് മമ്മി ഉണ്ടാക്കി വെച്ചിട്ടില്ല. തിന്നണ്ടേ? ശരി. നിന്റെ വീട്ടിൽ നിന്ന് ഇവിടുന്നോ? അപ്പൊ ഇതെന്റെ വീടല്ലേ? അവളുടെ വീട് ഏതാ? അവളുടെ വീട് ഏതാ? അതിന് അവളുടെ വീട് ഇതല്ലേ? കൊച്ചിന്റെ അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ എവിടെയാ? ഇവിടെയാണോ കിടക്കണേ? എന്നാ കയറി കിടന്നാളെ. ഞാൻ ഇവിടെ അല്ലേ? ഞാൻ അവിടെ അല്ലേ കിടക്കുന്നേ? ഞാൻ എന്റെ റൂമിലല്ലേ കിടക്കുന്നേ? എവിടെ? അപ്പുറത്ത്. ഇന്ന് നീ അമ്മയുടെ കൂടെ കിടന്നോ? നമ്മ വിളിച്ചതല്ലേ? അവിടെ കിടക്കാൻ വേറെ വരും. വേറെ റൂമുണ്ടല്ലോ. ഞാൻ അവിടെ അല്ലേ കിടക്കുന്നേ? ഇവിടെ ആരാ വന്ന് കിടക്കണേ? എനിക്ക് വേറെ റൂമില്ല. ഞാൻ അവിടെ അല്ലേ കിടക്കുന്നേ? അവിടെയുണ്ടോ? ആ ഉണ്ട്. ആ എന്നാ കിടന്ന എവിടെയെങ്കിലും. ഇവിടെ ആരാ കിടക്കണേ? എനിക്ക് എവിടെ കിടന്നാലും ഇവിടെ ആരാ കിടക്കണേ? അവിടെ വിവാനൊക്കെ കിടന്ന ചേച്ചി പോയതേ. വിവാൻ ആണോ കിടക്കണേ? വിവാനാണോ വന്ന് കിടക്കണേ? വിവാനൊക്കെ ചേച്ചി പോയതാ. വിവാനാണോ ഇവിടെ വന്ന് കിടക്കണേ? ഉറക്കം കഴിഞ്ഞു. ആണോ? അമ്പടെ കള്ള. നീ ഇവിടെ നമ്മുടെ കൂടെ കിടന്നിട്ട് ഏറ്റു പോയല്ലേ? ആരോടും പറയാതെ. അവൻ അമ്മയുടെ കൂടെ വന്ന് കിടന്നിട്ട് ഏറ്റു പോയല്ലേ? പിന്നെ അവൻ ഇവിടെ കിടക്കാനായിട്ടായിരുന്നു. അന്നേരം പിന്നെ അമ്മ വന്നപ്പം അമ്മ കിടക്കുകയൊക്കെ ചെയ്ത് സമയം ഒത്തിരി ആയിട്ട്. അമ്മച്ചി ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചായിരുന്നോ? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പള്ളിയിൽ പോയിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവള് ഇച്ചിരി കഞ്ഞി തന്നു. അത് കുടിച്ചു. പള്ളിയിലൊക്കെ പോയെന്ന്? പള്ളിയിലൊക്കെ പോയെന്ന്? പിന്നെ ആരെ കൊണ്ടുപോയേ? തന്നെ നടന്നു പോയോ? ഞാൻ തന്നെ പോയി. പള്ളിയിൽ അവിടെ ഇത് കൂട്ടം ഉണ്ടായിരുന്നു. ഈ
പിള്ളേരുടെ നൊവേന ഉം. ഒക്കെ ഉണ്ടാകും ഉം. പള്ളിക്കൂട്ടത്തില് ഉം. അതൊക്കെ കൂട്ടിച്ച് പോകുന്നു. വൈകുന്നേരമാണോ? ഏ വൈകുന്നേരമാണോ? ആ വൈകുന്നേരം ആഹാ. ഒരു ഞങ്ങളാരും ആയിപ്പോഴാണ്. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഏ ഏ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. എല്ലാവരും ഞങ്ങളിവിടെ ഉള്ളവരാരും അറിഞ്ഞില്ലല്ലോ അങ്ങനെ കുർബാനയുള്ള നൊവേനയുള്ള കാര്യം. പറഞ്ഞില്ലേ? ആ അത് വൈകുന്നേരം പറയാം. പള്ളി അവിടെയല്ലേ? ആ അല്ലേ, പള്ളിയിലുണ്ടെന്നവർ ആരും അറിഞ്ഞില്ലെന്നാ പറഞ്ഞേ. അവിടെ പള്ളിയിലുണ്ടാവും. പള്ളിയിലല്ലേ കുർബാനയൊക്കെ ചെയ്യും. ആ ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. അമ്മ പോയവരും പറഞ്ഞു കേട്ടില്ല. കഴിഞ്ഞ് കിടക്കാൻ വളരെ നേരം ഒരുപാട് അതൊക്കെ ഉറക്കമില്ല. അതിനാ അതിന്റെ പുറക്കില്ലാത്ത ഉറക്കമില്ല. ഭയങ്കര കിടന്നാൽ ഒത്തിരി സമയം കിടന്ന് കണ്ടവാനം സമയം കഴിഞ്ഞിട്ടാണോ ഉറക്കം? സമയം എടുക്കും. ഇത് കിടക്കണല്ലേ? ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ പോയി. എനിക്ക് വിശക്കുന്നു. ഏ ഞാൻ ഒന്നും കഴിച്ചില്ല. ഇല്ലേ? ഇത് എന്നാ എടുക്കാൻ പോവാം? ഞാൻ കഴിക്കാൻ പോവാ. ഏ കഴിക്കാൻ പോവാ. വലുതാണ്. കഴിക്കാൻ പോവാന്ന്. ഞാൻ ഒന്നും തിന്നില്ല. സഹിക്കാനോ? വഹിക്കാനോ? അവള് കഴിച്ചില്ലെന്ന്, ഭക്ഷണം കഴിച്ചില്ലെന്ന്. കിടക്കാറായില്ലേ? ആ കഴിക്കാറായി. പക്ഷെ ഞാൻ കഴിച്ചില്ല. കഴിക്കാൻ പോവാ. ഉറങ്ങേണ്ട സമയത്ത് ഒന്നോ രണ്ട് ഉറങ്ങണം. അവള് ഭക്ഷണം കഴിച്ചില്ല. അവള് വന്ന് കുളിച്ചല്ലേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചില്ല. ഇതൊന്നും കൊണ്ട് അടക്കേണ്ടതാണ്. അതിനതിനെ കിടക്കണം. അതിനെത്തിനാ കനക്കണേ? എനിക്ക് ഇഷ്ടം പോലെ കാറ്റ് കിട്ടും. ആ കാറ്റ് പോണ്ടല്ലോ. കാറ്റ് കിട്ടുന്നില്ല. ലേസിക്കകത്ത് കാറ്റ് വരുന്നുണ്ടല്ലോ. അത് നല്ല ശല്യമില്ലാത്ത. ആണോ? അല്ലാതെ കാറ്റ് വരുന്നുണ്ടല്ലോ. ഏ അല്ലാതെ കാറ്റ് വരുന്നുണ്ടല്ലോ. അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ? അത് കണ്ടാലേ ഉള്ളൂ അമ്മയ്ക്ക് ഉറക്കം വരുള്ളൂ. അതിൻ്റെ കറക്കം കണ്ടാലേ ഉറക്കം വരുള്ളൂ അല്ലേ? നേരെ ഒരുപാടായി. ഒന്നും വയങ്ങാൻ നേരെയില്ല. ഒന്നോ രണ്ടോ മയങ്ങ. കിടക്കടി വെച്ചേ അവിടെ എവിടെ കിടക്കണേ? അപ്പുറത്ത് കിടത്തോണോ? അവിടെയൊക്കെ അവിടെ എന്നാ വളരെ വിശേഷം? ഇവിടെ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്കും അപ്പച്ചനും അമ്മയ്ക്ക് അപ്പനൊക്കെ അപ്പച്ചനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പച്ചനൊക്കെ അപ്പച്ചനൊന്നും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അസുഖമൊന്നുമില്ലല്ലോ. അസുഖമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്. പള്ളിയിലും ആ പോകും. പള്ളിയിലും പോകും. ധാരാമേ കൊച്ചിൻ്റെ നേരത്തെ കണ്ണോട്ടിരുന്ന വീട് എവിടെയാ? നേരത്തെ കടന്നുകൊണ്ടിരുന്ന വീടോ? ഞാറുകുളം ഉദരക്കട്ടയില്. ഈ പുള്ളിക്കാരത്തി ഈ പുള്ളിക്കാരത്തി ഏതാ? ഇവിടുത്തെ വേലക്കാരത്തി. ഏ ഇവിടുത്തെ വേലക്കാരത്തിയാ. എവിടുത്തെ? അമ്മയുടെ വേലക്കാരത്തി ആര്? ഞാൻ. പിന്നെ 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 അമ്മയ്ക്കൊരു വേലക്കാരത്തിനെ തന്നിട്ടില്ലേ? എനിക്ക് എന്നാ വേല ചെയ്തത്? ഏ എനിക്ക് എന്നാ വേല ചെയ്ത്? അതിന്റെ കാറ്റാണോ? മഴ. ആ അമ്മയ്ക്ക് ഞാനൊരു വേലയും ചെയ്യുന്നില്ലേ? ഏ അമ്മയ്ക്കൊരു വേലയും ഞാൻ ചെയ്യുന്നില്ലേ? എന്നാ? ഒന്നും ചെയ്യുന്നില്ലേ? ഓ എന്നാ ഒന്നും ചെയ്യുന്നില്ല. എന്നാ എന്തെന്നാ നീ പറഞ്ഞത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ? ഇതെന്നാ ചെറുക്കുന്ന എവിടെ പോയതാ? ഞാനോ? പതിവില്ലാത്ത പോലെ അതുകൊണ്ട് ഞാൻ കിടക്കാൻ വന്നു. അമ്മയ്ക്ക് കൂട്ട് കിടക്കുന്നില്ലേ? കിടക്കാൻ വന്നാൽ ഇതിന് വേഷമൊന്നും മാറിയിട്ടില്ല. ഇത് നൈറ്റിയാ. ഇത് നൈറ്റി കിടന്ന വേഷ. ആണോ? ആ ഈ പെൺകൊച്ചു വന്നിട്ട് വല്ലതും പറഞ്ഞോ? വല്ലതും തന്നോ? അവള് വല്ലതും തന്നോ? എന്നത് അവള് വല്ലതും കൊണ്ട തന്നോ തിന്നാൻ? എവിടുന്ന്? ഏ അവള് ഇവിടുന്ന് അവൾ തിന്നാൻ കൊണ്ടിരുന്ന കടവഴി പോയി മേടിച്ചോണ്ട് വന്ന് തരികയല്ലേ? എവിടുന്ന്? കടയിന്ന് മിഠായിയോ വല്ലതൊക്കെ വരുമ്പം തരികയല്ലേ? ഓ ഉം? അവളൊക്കെ മേടിച്ചു. നീ കൊടുത്തില്ലേടി? ഞാൻ കൊടുത്ത് മഞ്ജു കൊടുത്തേ. ആഹാ മറന്നുപോയി. ഒന്നും കൊണ്ട് തന്നില്ലെന്നാ പറഞ്ഞു. ഇല്ലാഞ്ഞായിരിക്കും എത്തിപ്പോയായിരിക്കും. ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വന്നപ്പോ രണ്ടെണ്ണമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. രണ്ടെണ്ണം കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കൊച്ചിനെ കിടക്കണേ. ആ കൊച്ചെന്നാ ഇന്ന് നീ അമ്മയുടെ കൂടെ കിടന്നു. അമ്മയോടെ കിടന്നോ? അമ്മച്ചിയുടെ കൂടെ കിടന്നു. പണ്ട് അയ്യോ എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണേന്ന് പറഞ്ഞോണ്ട് പോയി കേറി കിടക്കുമായിരുന്നു. അല്ല അമ്മ വിവീനെ വന്നില്ല അമ്മയ്ക്ക് ഉറക്കില്ല, അമ്മയില് വിവീനയ്ക്ക് ഉറക്കില്ലായിരുന്നു. കിടക്കാറായല്ലോ. അത് ശരിയാ. പണ്ട് സാവിച്ചേട്ടന്റെ അവിടെ പോകുമ്പോ എനിക്ക് ഇങ്ങനെ പാടായിരുന്നു ഈ കുട്ടി. സമയം ഒത്തിരി ആയി കിടക്കണം. ഇപ്പൊ ഈ ഒറ്റയ്ക്ക് വേറെയില്ല. അപ്പൊ എന്നെ അറിയില്ലല്ലേ? എന്നെ അറിയത്തില്ലല്ലേ? നിന്നെയാ? ആ പിന്നെ ഇനി അറിയാൻ വേണ്ട. അമ്മയല്ലേ പറഞ്ഞ അറിയത്തില്ലെന്ന്? എന്തോ അറിയാൻ വേണ്ട. ഇപ്പം പറഞ്ഞത് അറിയത്തില്ലെന്ന്. ഇപ്പൊ പറഞ്ഞ അറിയത്തില്ലെന്ന്. പറഞ്ഞ അറിയിച്ചോ? പറഞ്ഞതാണേ അറിയത്തില്ലെന്ന്.
അതിങ്ങനെ അറിയാൻ എന്നാ മേലാ. പിന്നെ ആരാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഒത്തിരി സമയം ഇത് എടുക്കാം, ദിവസം എടുക്കാതെ പിന്നെ ബുദ്ധിമുട്ടെടുക്കാനാ പറഞ്ഞത്. എന്നത് കൂട്ടു ഇന്നത്തെ ജോലിയുടെ ശമ്പളം തരണ. ഇന്നാണ് എനിക്ക് ശമ്പളം തരുന്നേ. അമ്മയുടെ ഉണ്ടോ? അതേ എടുക്കാനാ. അമ്മയുടെ ഉണ്ടോ? അമ്മയുടെ ഉണ്ടോ? അമ്മയുടെ ഉണ്ടോ? ശമ്പളം തരാനുണ്ടോ? ആര്? അമ്മയുടെ കയ്യിൽ പൈസ എന്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് 1600 വേണ്ടേ? കഴിഞ്ഞ ദിവസം തന്നേ. അത് ആരാ തന്നെ? ഒരു ചെറുക്കനോടെ കൊണ്ട് തന്നായിരുന്നല്ലോ. എന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നായിരുന്നു. എന്നിട്ട് ജോമോനെ ഏൽപ്പിച്ചായിരുന്നു. ജോമോനോട് പറഞ്ഞു എനിക്ക് ശമ്പളം മേടിച്ചു തന്നു മര്യാദക്ക്. എന്നുവെച്ചാൽ എനിക്ക് പൈസയൊന്നും ഇല്ല, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. നീയാണ് കൊണ്ട പൈസ നിന്റെ കയ്യിലാണ് തന്നെ? അമ്മയുടെ കയ്യിലാ തന്നത്. അമ്മ കൊടുക്കണം ഞാൻ കണ്ടതാ. എന്നിട്ട് എന്നാ കാണിച്ചേ? അതിനെ കാണിച്ചാൽ ചോദിക്കും. നാട്ടിൽ ഇരിക്കുന്നു. എന്നാ കാണിച്ചോ പൈസ? അത് ഇവിടെ വേറെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണ്ടേ? അമ്മയ്ക്ക് മരുന്ന് മേടിക്കണ്ടേ? മരുന്നോ? ആ, ആർക്കാ മരുന്ന് കണ്ടുമാത്രം മേടിക്കണം? അമ്മയ്ക്ക് മരുന്ന് മേടിക്കണ്ടേ? എത്ര നാൾ കൂടി വെച്ചിട്ട് മരുന്ന് മേടിച്ചു? ആണോ? ഇപ്പൊ അവിടെ മരുന്ന് മേടിച്ചുള്ളൂ. മരുന്ന് മേടിക്കണില്ലല്ലേ? മരുന്നൊന്നും കഴിക്കണ്ട. വായി വല്ല തോരയ്ക്ക് പാട്ടാ അല്ലേ? അത് പൈസ വേറെ ചിലവാക്കിയായിരുന്നു. വേറെ ഒന്നും ചിലവാക്കിയൊന്നുമില്ല. മറ്റുള്ളത് ചിലവാക്കിയ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചേ ഉള്ളൂ. അല്ല പിന്നെ എന്തിനാ ചിലവാക്കണേ? പൈസ കഴിക്കിട്ടേ പൊക്കോളും. 4 പാട് പൊക്കോളൂ. അപ്പോൾ അത് ചിലവായിക്കോ? ചെലവായിക്കോളൂ. ഞാൻ ചിലവാക്കത്തില്ല, ചിലവാക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പുറം ഇപ്പുറം. അത്യാവശ്യമായ കാര്യം കിട്ടി 10% കിട്ടി. അതില് നമ്മള് വീട്ടില് എന്തായാലും ഒരു കുടുംബം ആകുമ്പോഴേക്കും 6% എന്തായാലും ചെലവാകും. പിന്നെ 4% നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ബാച്ചിലർ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി മതി, പിന്നെ കുറെ നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെയുണ്ട്. അല്ലാതെ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പപ്പാനെ അങ്ങനെ കുറ്റം പറയുന്നത്, ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കണം. ആവശ്യത്തിന് ഉപയോഗിക്കണം. അത് ശരിയാ. പക്ഷെ അത്രയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മിച്ചം കിടിക്കാൻ കിട്ടിയല്ല. അതുകൊണ്ടാണ്. എലിക്കുട്ടി അങ്ങനെയില്ലായിരുന്നോ? എലിക്കുട്ടി മുട്ട വിറ്റതും ഒക്കെ വെച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആടിനെ വിറ്റും ആട്ടുമുട്ടന്മാരെ വിറ്റും അതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് എല്ലാരും വർത്തമാനത്തിലാമേ. വിവീന വന്ന ദിവസമല്ല, ഇന്ന് ഒന്നിനും ഉറക്കയില്ല. പഠിക്കാനുണ്ടെന്ന് പറയും. എനിക്ക് പൊട്ടി, എനിക്ക് പേടി, എനിക്ക് വേറെ ക്ലാസ്സായി പോകണം. നമുക്ക് മനസ്സിലാക്കി നെൽക്കുട്ടി പൊക്കട്ടെ. മഴ ശക്തമായിട്ടൊന്ന് പെയ്തത് എന്തൊരു ചൂടാ. കറണ്ട് പോയോ? നീ എവിടെ പോവാ? ആരാ? ഞാൻ പോയേക്കും. എന്റെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ വീട്ടിൽ പോട്ടെ. എന്റെ വീട്ടിൽ പോട്ടെ. ജോലിയൊക്കെ കഴിഞ്ഞില്ലേ ഇവിടുത്തെ? അമ്മയ്ക്ക് കഞ്ഞിയും തന്ന് അമ്മേനെ കടത്തി. ഇനി പോകാം. ഈ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലോട്ട് എവിടെയാ? ഇവിടെ അടുത്താ, ശ്രീവാപുരം പള്ളിയുടെ അടുത്താ. ആണോ? ആ, അമ്മയ്ക്ക് എന്നെ ആവശ്യം എന്ന് പറയുമ്പോൾ വിളിച്ചാ മതി, വന്നേക്കാം. ആ, ഫോണല്ലേ ഉള്ളേ? നീ എവിടെയാന്ന് നോക്കാം. ഫോൺ വിളിച്ചാ കിട്ടും. ഫോൺ വിളിച്ചാ മതി കേട്ടാ. ഇവിടെ കിടക്കാൻ ആരാ ഉള്ളേ? അമ്മയൊക്കെ ഉണ്ടോ? പിന്നെ അമ്മയൊക്കെ ഉണ്ട്. ഇവിടെ ആരാ കിടക്കണേന്നാരപ്പോ? കൂട്ടി കിടക്കണ ആരാ? ആ, ഇത് കൊച്ചിനെ കടത്തിക്കോളൂ. ഈ കൊച്ചിനെ ഇന്ന് ഇവിടെ കടത്തിക്കോട്ടാ. ഇതാരാമേ? അതിന്റെ മകളല്ലേ? വീണയല്ലേ? മകൾ എൽസി അല്ലേ ഉള്ളത്? ആ, എൽസി. ഇവിടെയില്ലല്ലോ. ഇത് ദിവീന. ആ, അത് ഇതിന്റെ മകള്. എൽസി ഇവിടെ ഇല്ലല്ലോ. എൽസി വേറെ അല്ലേ? ഇവിടെയുള്ള മകൾ അവളാ അല്ലേ? എൽസി അമ്മയുടെ മകളുടെ പേരാ എൽസി. അവളൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ? കെട്ടിച്ചു വിട്ടവർക്കേ സ്വന്തം വീട്ടിൽ അവകാശം ഇല്ലെന്ന്. കെട്ടിയെടുത്താണ് അവകാശം. എന്റെ വീട്ടിലുള്ളവർ പറയും. എല്ലാരും കുറച്ചൊരു പോലെ ജീവിതം പോവും അല്ലേ? ഒന്നും നടക്കും. പിന്നെ കഴുത്ത 2 മാലയാണ് കേട്ടോ. ഒരു മാലയാ ഉള്ളേ. ആ, എവിടെ? ഒരു മാലയല്ലേ? പടി വെച്ചിരിക്കുന്ന മാലയല്ലേ? നല്ല തുണിയാ, തുണി. ആ, കിടക്കടി. ആ, വിശക്കുന്നത് കൊടുക്കട്ടെ. കഞ്ഞി അവള് കഞ്ഞി കുടിച്ചില്ലെന്ന്. അവള് കഞ്ഞി കുടിച്ചില്ലെന്ന്. ഇപ്പൊ വന്നാലേ ഉള്ളൂ. കൊച്ചേ വിവീനേ. ആ, അവള് ഹോസ്റ്റലിൽ നിന്ന് വന്നാലേ, പഠിക്കുന്നിടത്തുനിന്ന് വന്നതല്ലേ? പഠിക്കുന്നിടത്തുനിന്ന് വന്നതാ. ആ,
ആ അവൾക്ക് പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് റെഡിയാകണ്ടേ, പഠിക്കണ്ടേ? അതിന് വേണ്ടി അവർ സ്റ്റഡി ലീവിന് വിട്ടിരിക്കുന്നതാണ്. എല്ലാവരോടും വീട്ടിൽ പോകാൻ പറഞ്ഞു. പരീക്ഷ എന്നാ? പരീക്ഷ ഈ അടുത്ത ദിവസം ഒരെണ്ണമുണ്ട്. അടുത്ത ദിവസം ഒരെണ്ണമുണ്ട്. ആ വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കണം. ഇതിനു വേണ്ടി വിട്ടതാ. അതൊന്ന് കിടക്കണമല്ലോ അവിടെ. അതാരാ കിടക്കണേ? അതാരാ? അവിടെ കിടക്കുന്നവരാന്നേ അതാരാ അവിടെ കിടക്കണേ? തള്ളമാര്. തള്ളയാണോ? തള്ളമാര് ആണോ? കിടക്കുന്ന തള്ളനെ കിട്ടുന്നില്ലല്ലോ. ഓരോന്ന് കിടക്കുക. ആണോ? അതൊന്ന് ഉറങ്ങുമായിരിക്കും അല്ലേ? പിന്നെ അത് സുമാറായി എന്നാ പറ്റി? ഇങ്ങോട്ട് വന്നാൽ കിടക്കാൻ അതിനാ? അങ്ങനെയാ. പിന്നെ എവിടെ പോയാ കിടക്കണേ? പിന്നെ എവിടെ പോയാ കിടക്കണേ? ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിടക്കും. ആണോ? എന്നാൽ വീട്ടിലോട്ട് പോയാലോ? വീട്ടിലോട്ട് പോയാലോ? വീട്ടിൽ എനിക്ക് പോയി കിടക്കാം. എന്നാപ്പാ വീട്ടിലോട്ട് പോയേക്കാം. ഇവിടെ സുമാറില്ലെങ്കിൽ വീട്ടിലോട്ട് പോയേക്കാം. എന്ന് അമ്മയിലെ പറഞ്ഞു ഇവിടെ സുമാറില്ലെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ പോയാൽ ഞാൻ തന്നെ പോയാൽ മതി. തന്നെ പോക്കോളൂ. ഈ ആൾക്കാരെല്ലാം കൂടെ നേരത്തെ അങ്ങോട്ട് പോകും. എല്ലാവരും പോകേണ്ട കാര്യമില്ല അല്ലേ? വിവാനൊക്കെ പള്ളിക്കൂട്ടിൽ പോകണം, പഠിക്കണം. വിവാനൊക്കെ പള്ളിക്കൂട്ടിൽ പോയി പഠിക്കണം. ആ അതിന് അമ്മ പോണോ? അതിന് അമ്മ പോണോ? എലിക്കുട്ടി അതിന് പോകണോന്ന് വിവാൻ പള്ളിക്കൂടത്തിൽ പോവാൻ. വിവാനോ? വിവാനൊക്കെ സൗകര്യമുള്ള പള്ളിക്കൂടം വഴി പോയി പഠിക്കും. ആ പള്ളിക്കൂടത്തിൽ പരിപാടിയൊക്കെ തീർന്നോ? അതല്ലേ ചോദിച്ചേ. പള്ളിക്കൂടത്തിൽ പരിപാടിയൊക്കെ തീർന്നോ? അവനറിയാൻ വരുമ്പോൾ പഠിക്കാനുള്ള സ്ഥലമൊക്കെ. ആ ഇതേട്ടോ കിടന്ന് ഉറങ്ങിക്കോ. ഇതനക്കെങ്കിൽ ആ അതനക്ക മറ്റേ കറണ്ട് പോയി. പോവാ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. എന്നാ കിടന്ന് ഉറങ്ങിക്കോളാം. നീ എവിടെ പോവാ? ഞാൻ അപ്പുറത്തോട്ട് കുളിക്കാൻ പോവാ. കുളിക്കാൻ. കുളിക്കാനോ? ആ നീയോ ഇത്ര നേരമായിട്ട് കുളിച്ചില്ലേ? ഇല്ല കുളിച്ചില്ല. എവിടെ പോയതായിരുന്നു താരം? ഇതിലേക്ക് ഉണ്ടായിരുന്നു. ഇവിടേക്കും ഇല്ലാനോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇതെന്നാ? ആ കുളിക്കാൻ ഓരോ പരിപാടികളൊക്കെ നടന്നു വരണ്ടേ? നേരത്തെ കുളിക്കേണ്ടിയിരുന്നു. ആ ഇച്ചിരി കഴിഞ്ഞ് വേറെ പണിക്ക് പോകണില്ലല്ലോ. ആ ഇവിടെ ഓരോ പരിപാടി ഇല്ലേ? വീട്ടിൽ ഓരോ പരിപാടികളില്ലേ? ഇതിന് കഴിഞ്ഞ് വേണ്ട വിളിക്കാൻ. എന്നാ ഉറങ്ങിക്കോ. നിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ ഓമല്ലൂരാ. ഓമല്ലൂര്. ഓമല്ലൂരോ? ആ ഓമല്ലൂർ എന്നാ വീട്ടുപേര്? ഞാറുകുളം ഉതിരക്കട്ടെ എന്ന് പറയും. ഞാറുകുളം ഉതിരക്കട്ടെ എന്ന് പറയും. ഞാറുകുളല്ലോ? ആ ഞാറുകുളം എങ്ങനെയാണ്? പിന്നെ ഏതെങ്ങനെയാ? പിന്നെ ഏതാ? ഞാറുകുളത്തക്കര. നിങ്ങളുടെയൊക്കെ വീട്ടുപേര് നേരത്തെ വന്നിട്ട് വെച്ച പേരെന്നതാ? അതാ ഞാറുകുളം. കുഴപ്പമുണ്ടോ? കോട്ടയാണോ? കുഴപ്പമുണ്ടോന്ന് ഞാറുകുളത്തിന്? എനിക്ക് എന്നാ കുഴപ്പം? നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തരുടെ വീടിനും ആടിനൊക്കെ പേരിടുന്നതിന് അത് ഞാൻ ഇരിക്കുന്ന അമ്മയുടെ വീട്ടിൽ വരണേ. അതെന്തിനും ഞാൻ എന്തിനാ അതിനെ ഇഷ്ടക്കേട് കാണിക്കണം? അമ്മയുടെ വീട്ടിൽ വരണേ. എലിക്കുട്ടിയുടെ വീട്ടിൽ വരണേ. എലിക്കുട്ടിയുടെ വീട്ടിൽ വരണാന്ന്. എൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തമല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. ആ വീട്ടിൽ വരണേ. അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. വേണ്ട വീട്ടിൽ വരണേ. അവിടുത്തെ എത്ര വർഷമായിരിക്കും. ആണോ? പിന്നെ അവിടുത്തെ വീട്ടിൽ വരണേ. എലിക്കുട്ടിയുടെ വീട്ടിൽ വരണാന്ന്. എൻ്റെ വീട്ടിൽ ഞാറോളം കുതിരക്കട്ടെ. ആ അപ്പൊ നമ്മുടെ രണ്ടുപേരും ഒരു വീട്ടുപേരാണല്ലോ. നമ്മുടെ രണ്ടുപേരുടെ ഒരു വീട്ടുപേരാണല്ലോ. നിന്റെ വീട്ടുപേരും അങ്ങനെയാണോ? ആ എന്റെ വീട്ടുപേരും അങ്ങനെ തന്നെയാ. അതെന്നാ അത് നേരത്തെ ഇങ്ങനെയായിരുന്നോ? ആ അത് നേരത്തെ അങ്ങനെയായിരുന്നു. ഞാറുകുളം ഉതിരക്കട്ടെന്നായിരുന്നു. ഇങ്ങനെയും ജോലി അതിനെതിരൊക്കെ പോകണം, പേരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ആ പേര് അറ്റത്തെ പേര് പറ്റിയല്ലോ. വിവീന കഞ്ഞി കുടിക്കാൻ പോയി. കഞ്ഞി കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പം നേരമായിട്ടൊന്നും കഴിച്ചില്ല. ഈ നേരമായിട്ടൊന്നും കഴിച്ചില്ല. അവൾ ഇപ്പോഴല്ലേ കുറച്ച് മുമ്പല്ലേ വന്നേ. വന്ന് കുളിച്ചിട്ടാണ് അമ്മയുടെ അടുത്തോട്ട് വന്നത്. ഉറങ്ങുവാണോ? ഉറങ്ങുവാണോ? ആ ഞങ്ങളുടെ ഉറങ്ങിക്കോ. കുളിക്കാൻ പോവാ. ഇല്ലെന്നേ കുളിച്ചില്ലെന്നേ. ആ അതിപ്പോഴല്ലേ പറ്റിയേ. ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു.
ബിബീനെ കൂട്ടാനൊക്കെ പോണായിരുന്നു. കൂട്ടാനോ? ആ, അവളെ എന്നാ കൂട്ടാൻ പോയ? അവളെ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ അവളെ എവിടെ പോയതാണ്? അവള് പഠിക്കാനായിട്ട് ഇങ്ങനെ വന്നതല്ലേ, ഹോസ്റ്റലിൽ നിന്ന് വന്നതല്ലേ, പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വന്നതാ. പഠിക്കണേ? കോളേജിൽ നിന്ന് വന്നതല്ലേ, അവളെ കൂട്ടാൻ പോണായിരുന്നു. കോളേജിൽ നിന്ന് എവിടുന്ന? കോളേജ് എന്ന് പറഞ്ഞാൽ എവിടെയാന്നോ? എവിടുന്നാ കോളേജ്? അവള് പഠിക്കുന്ന കോളേജ് പരുമലയില്. അവിടെ എവിടെയാ ഇപ്പൊ പഠിക്കണത്? എവിടെയാ? അവള് നേഴ്സിംഗ് പഠിക്കുമല്ലേ? നേഴ്സിംഗ് പഠിക്കുമല്ലേ? അത് എവിടെയാ പഠിക്കണത്? പരുമല പത്തനംതിട്ടയില്. അവിടെയാണോ? ആ, പ്രിയ സഹോദരങ്ങളെ, കുറച്ചു പേരൊക്കെ എലിക്കുട്ടിയമ്മയുടെ ഫോൺ നമ്പർ. പഠിക്കണേ? അവള് 4 വർഷം പഠിക്കണം. ആണോ? ആ, എലിക്കുട്ടിയമ്മയുടെ ഇവിടുത്തെ ഫോൺ നമ്പർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപ ഉണ്ട്? രൂപയൊക്കെ വേണം. അപ്പോൾ ഈ ഫോൺ നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കിടപ്പുണ്ട്. വാട്സാപ്പ് നമ്പറും വീട്ടിലെ ഫോൺ നമ്പറും കിടപ്പുണ്ട്, അഡ്രസ്സും കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് എടുക്കുക. നിങ്ങൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ മതി. ഓരോ വീഡിയോയ്ക്ക് ഇടുന്ന ഡിസ്ക്രിപ്ഷനകത്തില്ല, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി എടുക്കുക. അപ്പോൾ അതിനകത്തുണ്ട്. എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്താൽ എല്ലാവർക്കും നമ്പർ തന്നെ എടുക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അമ്മേനെ എലിക്കുട്ടീനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തർ നമ്പർ ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പരേ. എലിക്കുട്ടിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞേ ചിലർ ഫോൺ നമ്പർ ചോദിക്കും, അമ്മേനെ ഇഷ്ടപ്പെടുന്നവര്. ആ, ഫോൺ നമ്പർ, നമ്മുടെ ഇവിടുത്തെ ഫോൺ നമ്പർ. ഫോൺ നമ്പർ ചോദിക്കും. അമ്മേനെ ഇഷ്ടപ്പെടുന്നവരേ ഫോൺ നമ്പർ ചോദിക്കും, ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അവരോട് ഫോൺ നമ്പർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുക ചെയ്ത്. ഫോൺ നമ്പറോ? അത് നമ്മളെപ്പോഴും പറഞ്ഞോണ്ടിരിക്കണില്ല. അത് പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാരും ചോദിച്ചോണ്ടിരിക്കും. അത്യാവശ്യ സമയത്ത് പറഞ്ഞാൽ പോലെ. അത്യാവശ്യ സമയത്ത് അവർ ചോദിച്ചത്, അതിപ്പോ പറഞ്ഞു കൊടുത്തതാ അവരോട്. അതിനകത്തുണ്ട്, എടുത്തോളാം. നമ്മളോട് എപ്പോഴും ചോദിക്കേണ്ടത്. അവരോട് പറഞ്ഞിട്ടെന്താ വിശേഷം? അതിനാ അവർക്ക് വിളിക്കണ്ടേ? അവർക്ക് വിളിച്ച് അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുക. അത് കുഞ്ഞ് നോക്കുന്നുണ്ട്. ആരാ? ഉണ്ടോ? അതാരാ? അത് വിളിച്ച് നോക്കാം. ആരാ? അത് ആരാന്ന് എനിക്കറിയത്തില്ല. ഇല്ലേ? തള്ളയുണ്ട്. തള്ളയേതാ? തള്ളാനെ കണ്ടിട്ട് ആരെ പോലെ തോന്നണേ? അതൊന്നും എനിക്കറിയത്തില്ല. ഇല്ലേ? ഇതുങ്ങളെ ഒന്നും. നിങ്ങളിത് അമ്മ അറിയല്ലേ? ഇതിപ്പോ എവിടുന്ന് വന്നതോ? ആര് ഇരിക്കുന്നവരാ? നല്ലൊരു നോക്കി ചിരിക്കുക. അത് തള്ളേ മകനും കൂടെ ഇരിക്കുന്നത്. തള്ളേ മകനും കൂടെ ഇരുന്ന് വർത്തമാനം പറയണ. നോക്കുക. തള്ള കേട്ടല്ലേ? കിടക്കുമായിരുന്നോ? ഇന്ന് കിടക്കുമായിരുന്നോ? തള്ള എവിടെ ഉണ്ടായിരുന്നോ? തള്ള എവിടെ ഇരിപ്പുണ്ട്? കേട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന തള്ളയല്ലേ ഇത്? നോക്കി ഇത് തള്ളയാന്ന്. ആ ചെറുക്കൻ എവിടുന്നാ വന്ന? ആ ചെറുക്കന് ആ തള്ളയുടെ മാനാ. ആണോ? തള്ളയുടെ മാന, ഇളയ മാനാണ്. ആ തള്ളയായിട്ട് വർത്തമാനം പറയുന്നതാണ്. തള്ളേനെ സ്നേഹിക്കുന്ന, തള്ളേനെയും മക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. തള്ളയ്ക്കോ? വളരെ പഴക്കം ചെന്നായിരുന്നല്ലേ പുതിയ ആൾക്കാരൊക്കെ. എന്നാ കിടന്നോ. എന്നാ കിടന്നുറങ്ങിക്കോ. ഇന്നെല്ലാം കുഴഞ്ഞ്. എന്നാ പറ്റി? വിവീന വന്നോണ്ടാണോ? പുതിയതായി ഓരോന്നും കിടക്കാൻ വന്ന ഒരു രക്ഷയായി. ആരാ കിടക്കാൻ വന്നേക്കണേ? ആരാ പുതിയായിട്ട് കിടക്കാൻ വന്നേക്കണേ? ഈ നേരം വെളുത്താലോ ഒന്ന് വൈകാൻ പറ്റുമോ? നേരം അത്രയായി. എന്നാ കിടന്നോ. വിളിക്കാൻ വന്നേക്കും അല്ലേ? എന്ന് ഇപ്പൊ ഇച്ചിരി മുന്നേ. ഏതാന്ന് ഇന്ന് ചോദിച്ചോ? ഇനിയോ? എനിക്ക് പറയണേ. ആരോടാ ഞാൻ പറഞ്ഞ? എന്നോടാ പറഞ്ഞത്. ഇവിടെ പൊതുവെ അല്ലേ നീ? ഞാൻ പൊതുവെ ഉള്ളതാണോ? പിന്നെ എന്നൊക്കെ പറയാം, പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവന് ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ആരും ആണെങ്കിലും പിന്നെ ഓർക്കാം. ഇതൊന്നും ഇല്ലല്ലോ. ഇത് ഇവിടെ വരുവാൻ പോവും ചെയ്തോണ്ടിരിക്കുന്നതാണോ? അമ്മയുടെ ആരുമല്ലേ? അമ്മയുടെ ആരുമല്ലേ? ആരുമല്ലേ?
ആരും അല്ലെന്ന്. ആ ഇതേ ആരും അല്ലെന്ന്. ആ എൻ്റെ മകനല്ലേ. ആഹാ എന്നിട്ട് പ്രത്യേകം വരുവേം പോവുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇന്ത്യ ആരും അല്ലാത്ത. അമ്മ തന്നെ ഇതെല്ലാം പറയണ ഞാനല്ല. ഏ അമ്മ തന്നെ ഇതെല്ലാം പറയണ ഞാനല്ല. അത് വെറുതെക്കാരല്ലല്ലോ, വെറുതെക്കാരല്ലല്ലോ. ആ അവനവൻ്റെ മക്കളെ ബന്ധുക്കാരെയൊക്കെയല്ലേ നമ്മളെപ്പോഴും വിളിക്കാൻ പറഞ്ഞൊക്കെ. ആ, ഇപ്പൊ എന്നാ ഉറങ്ങാത്തത്? ഇപ്പൊ എന്നാ ഉറങ്ങാത്തത്? ഉറക്കമല്ലോ. ഉറക്കം വന്നില്ലേ? അതിനാ ഉറക്കം കുറവുണ്ട്. ഉറക്കമൊക്കെ ഉണ്ട്. കൂട്ടുകിടക്കാൻ ആളെ കിട്ടിയില്ലായിരിക്കും. രണ്ട് വിളിച്ചോട്ട് വെക്കോ. അമ്മേ, എലിക്കുട്ടി അമ്മേ, വിളിച്ചോട്ട് വെക്കോട്ടെ. അമ്മേന്ന് വിളിച്ച അമ്മ തിരിഞ്ഞു നോക്കിയടാ. എലിക്കുട്ടി എന്ന് പറഞ്ഞ പേര് വിളിച്ചാലേ അമ്മ നോക്കുള്ളൂ. അല്ലേ ഞാൻ കിടക്കണില്ലേ? എലിക്കുട്ടി. എവിടെയാ? ആ വിവീന കൊച്ചെവിടെയാ? അന്നുണ്ട് വിവീന കൊച്ചിനെ അന്വേഷിച്ച്. ഇതാണ്ട് ഇരിക്കണ കഞ്ഞി കുടിക്കുക. ആ എടി നിന്നോട് അടിയുന്നു. നീ പോയി കിടന്നോടി. ഒത്തിരി നാളായാലേ കിടന്നിട്ട് കിടന്നോ? നീ പോയി കിടന്നോടി. കൂടെ കിടന്നാവോന്ന് അമ്മയുടെ കൂടെ. അമ്മേ അമ്മയുടെ കൂടെ കട്ടിലേൽ ഒന്നിച്ച് കിടത്താവോന്ന്. അവളെ അമ്മയുടെ കൂടെ ഇല്ല ആ കട്ടിലെ കിടത്താവോങ്കി വരാന്ന്. ആ അമ്മയുടെ കൂടെ കിടത്തണം. ആ അവക്ക് അമ്മയുടെ കൂടെ കിടക്കണം എന്നാ പറഞ്ഞത്. പണ്ട് കുഞ്ഞിലെ കിടന്ന ഓർമ്മ വെച്ചിട്ട് ഇപ്പം കിടക്കണം എന്നാ പറഞ്ഞേ. അതാരാ അത്? അത് ഏതുള്ളയാ? അത് ഏതുള്ളയാ അമ്മേ? ഞാൻ കണ്ടു, എന്നും കണ്ടോണ്ടിരിക്കുന്നതാ. ഇവിടെ ഉള്ളതാ നീ. ആ അതിന്റെ പേരെന്നാന്നറിയോ? അത് ഞാൻ പറഞ്ഞു തരാം. എലിക്കുട്ടി. ആ എത്ര വർഷമായോ? എത്ര വയസ്സ് കാണുമേ? കിടക്കണില്ലേ? കുളിച്ചില്ല, കുളിക്കാൻ പോണേ ഉള്ളൂ. കുളിക്കാൻ പോണേ ഉള്ളൂ. പോവാ. ഇനി എപ്പോഴാ? ആ ഇപ്പൊ സമയമായെന്നേ ഉള്ളൂ. എലിക്കുട്ടി അതിന് ഏകദേശം എത്ര വയസ്സുണ്ടാവും? അതിന് ആ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടാവും? എനിക്ക് ഇതൊന്നും അറിയാം. എന്നാലും കണ്ട അമ്മയ്ക്ക് അറിയാമല്ലോ. അതെങ്ങനെ? ഞാൻ ഏകദേശം നമ്മൾ ഒരു പ്രായമൊക്കെ ഇങ്ങനെ നോക്കി പറയൂല്ലോ. ഞാനും അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ ബന്ധമുണ്ട്. ബന്ധമുണ്ട്. ഒരു ബന്ധവും ഉണ്ട്. ഇല്ല. മകനോട് ചോദിച്ചേ. ഇല്ല ഇല്ല. മകനോട് ചോദിച്ചേ. മകനോട് ചോദിക്കും. ആരോട്? ജോമോനോട്. ജോമോനോട് ചോദിച്ചാ ജോമോൻ പറയും ബന്ധമുണ്ടോ ഇല്ലയെന്ന്. എന്നാ ബന്ധം? അമ്മയാ അത്. എലിക്കുട്ടി. എലിക്കുട്ടിയാ അത്. അമ്മയെന്ന് പറഞ്ഞു കാണുന്നതൊക്കെ അമ്മമാരാ. എലിക്കുട്ടി എന്ന് പറഞ്ഞ എലിക്കുട്ടി ഞാറുകുളം ഉതിരക്കട്ടയിലെ എലിക്കുട്ടിയാ അത്. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തെറ്റ് കണ്ടുപോകാൻ വലിയ കുഴപ്പമാണ്. ഒന്നിനും പാതി ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. അവനൊരു കാര്യം നോക്കി എലിക്കുട്ടിയമ്മേ, ശാന്തമായി. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ ഇത് നോക്കിക്കേ. അതിന്റെ ചെവിയൊന്നും കേൾക്കത്തില്ല. ചെവി കേൾക്കത്തില്ല. അയ്യോ എലിക്കുട്ടിയമ്മേ, ഇപ്പൊ ചെവി കേൾപ്പിച്ചു തരാവേ. വിളിക്കണ കേട്ടപ്പോഴേ അറിഞ്ഞു കിടന്നു. ചെവി കേട്ടല്ലേ? അപ്പൊ ഞാൻ വരണ്ടേ കിടക്കാൻ? ഞാൻ കിടക്കാൻ വരണ്ടേ? വീട്ടിൽ പോണം. ഏത് വീട്ടിലാ? എനിക്ക് വീടും കൊണ്ട് ആളുമുണ്ട്. പിന്നെ ഞാനെന്തിനാ തപ്പാറെല്ലാം പെട്ടെന്ന്. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.